വ്യൂവേഴ്സ്, വെൽക്കം ടു സാലം ലേണിംഗ്. അനിറ്റ മിസ് ആണ്. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് സയൻസ് പഠിക്കാം അല്ലേ. അപ്പോൾ എല്ലാ മക്കളും അടിപൊളിയായിട്ട് ഇപ്പോൾ പഠനത്തിന് തിരക്കിലായിരിക്കും. അപ്പോൾ ഇന്ന് മിസ് വന്നിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ 7th യൂണിറ്റ് ആയ ടെമ്പറേച്ചർ ആൻഡ് ഇറ്റ്സ് മെഷർമെൻറ്റ് എന്ന് പറയുന്ന ഒരു യൂണിറ്റിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു തരുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഹെഡ്ലൈൻ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിനെപ്പറ്റിയാണ് ഇത് പഠിക്കുന്നത്. യെസ്, എന്താണ് ടെമ്പറേച്ചർ, എങ്ങനെയാണ് ടെമ്പറേച്ചർ നമ്മൾ മെഷർ ചെയ്യുന്നത്, അതിന് നമ്മളെ സഹായിക്കുന്ന ഡിവൈസ്, എത്ര തരത്തിലുള്ള ഡിവൈസ് ഉണ്ട്, എങ്ങനെയാണ് മെഷർമെൻ്റ് ഒക്കെ നടത്തുന്നത്, അതിന് യൂസ് ചെയ്യുന്ന സ്കെയിൽ ഏതാണ്, അങ്ങനെയുള്ള ഡീറ്റെയിൽ ആയിട്ട് വളരെയധികം പഠിക്കാനുള്ള ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നമ്മുടെ സ്വന്തം ടെമ്പറേച്ചർ ആൻഡ് ഇറ്റ്സ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് ശരിക്കും ഈ ടെമ്പറേച്ചർ, അതുപോലെ തന്നെ എന്താണ് ഈ തെർമോമീറ്റർ, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ എന്താണ് എന്ന് നമുക്കൊരു ചെറിയൊരു എക്സ്പെരിമെൻറ്റിലൂടെ തന്നെ നമുക്ക് പഠിക്കാം അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് രണ്ട് ചിത്രം കാണാൻ പറ്റുന്നുണ്ട്. ഈ രണ്ട് ചിത്രത്തിലും നിങ്ങൾക്ക് ഇതാ ഒരു ഗേളിനെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ രണ്ടിലും നടക്കുന്ന ആ ഒരു സിറ്റുവേഷൻ സെയിം ആണ്. മിസ് പറഞ്ഞു തരാം. ഇവിടെ നിങ്ങൾക്ക് 3 ബീക്കർ ഉണ്ട്. ഈ ഓരോ ബീക്കറിലും നമ്മൾ എ, ബി, സി എന്ന് പറഞ്ഞിട്ട് പേര് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ബീക്കറിൽ നമ്മൾ ഇതാ ഒരു വാം വാട്ടർ, അതായത് നല്ല ചൂട് വെള്ളമാണ് നിറച്ചിരിക്കുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക. നമ്മുടെ ബി എന്ന് പറയുന്ന ബീക്കറിൽ നമ്മൾ ടാപ്പ് വാട്ടർ ആണ്, അതായത് നോർമൽ വാട്ടർ ആണ്. ഇനി സി എന്ന് പറയുന്ന വാട്ടറിൽ നമ്മൾ കോൾഡ് വാട്ടർ, അതായത് തണുത്ത വെള്ളമാണ് നിറച്ചിരിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾക്ക് ഇവിടെയും ഇത് തന്നെയാണ് കാണുന്നത്. എ എന്ന് പറയുന്ന വാട്ടറിൽ നല്ല വാം വാട്ടർ ആണ്, ബി എന്ന് പറയുന്നത് നോർമൽ വാട്ടർ ആണ്, സി എന്ന് പറയുന്നത് കോൾഡ് വാട്ടർ ആണ്. ഇനി ഇവിടെ നമ്മൾ നടത്താൻ പോകുന്ന എക്സ്പെരിമെന്റ് എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്താൽ മതി. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ്, അതായത് നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് നിങ്ങൾ എന്ത് ചെയ്യുക, വാം വാട്ടറിലും മുക്കി വെക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് എന്ത് ചെയ്യുക, കോൾഡ് വാട്ടറിലും മുക്കി വെക്കുക. അതാണ് നമുക്ക് ഈ ഒരു ചിത്രത്തിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. മിസ് ഇവിടെ എ എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഈ ഒരു ആദ്യത്തെ ചിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ഇതാണ്ട് വാം വാട്ടറിലും അതുപോലെ തന്നെ നമ്മുടെ റൈറ്റ് ഹാൻഡ് ഇതാണ്ട് കോൾഡ് വാട്ടറിലും നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തു. ഇനി രണ്ടാമത്തെ ആ ഒരു ചിത്രത്തിൽ നമുക്ക് എന്താ കാണാൻ സാധിക്കുന്നത്, യെസ്, നമ്മൾ വാം വാട്ടറിൽ ഡിപ്പ് ചെയ്ത നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ഇതാണ്ട് നമ്മൾ ടാപ്പ് വാട്ടർ, അതായത് സെന്ററിലുള്ള ബീക്കറിലെ വെള്ളത്തിലേക്ക് നമ്മളൊന്ന് മുക്കി വെച്ചു. അപ്പോൾ സ്വാഭാവികമായി നമുക്ക് എന്താ തോന്നുന്നത്, ആ ഒരു ടാപ്പ് വാട്ടർ എന്ന് പറയുന്നത് കുറച്ചും കൂടി തണുത്തതാണ് എന്ന് നമുക്ക് ഫീൽ ചെയ്യും. കാരണം ചൂട് വെള്ളത്തിൽ മുക്കി വെച്ച കൈയാണ് നമ്മളിപ്പം നോർമൽ വാട്ടറിലേക്ക് മുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ നോർമൽ വാട്ടർ എന്ന് പറഞ്ഞാൽ കുറച്ച് തണുത്തതായിട്ട് നമുക്ക് തോന്നും. അപ്പൊ നമുക്കിവിടെ പറയാൻ പറ്റും ഈ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഈ ബി എന്ന് പറയുന്ന ടാപ്പ് വാട്ടർ കുറച്ചും കൂടി എന്തായിട്ട് തോന്നും, യെസ്, കൂളായിട്ട് തോന്നും. പക്ഷേ ഇതേ സിറ്റുവേഷൻ തന്നെ നമ്മൾ നമ്മുടെ റൈറ്റ് ഹാൻഡ്, അതായത് തണുത്ത വെള്ളത്തിൽ മുക്കി വെച്ചിരിക്കുന്ന കയ്യിൽ ചെയ്താലോ, അതായത് ഏറ്റവും ആദ്യം നമ്മൾ ഇതാ തണുത്ത വെള്ളത്തിൽ നമ്മുടെ റൈറ്റ് ഹാൻഡ് മുക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, യെസ്, ആ ഒരു തണുത്ത വെള്ളത്തിൽ മുക്കിയ നമ്മുടെ കൈ ഇതുപോലെ നോർമൽ വാട്ടർ, അതായത് നടുക്കത്തെ ആ ഒരു ബീക്കറിലെ വെള്ളത്തിലേക്ക് മുക്കി വെച്ചു. അപ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്, ആ ഒരു വാട്ടർ, അതായത് ആ ഒരു നോർമൽ വാട്ടർ കുറച്ചും കൂടി ചൂടുള്ളതായിട്ട്, അതായത് കുറച്ചും കൂടി ഉള്ള വാം വാട്ടർ ആയിട്ട് നമുക്ക് തോന്നും. അപ്പം നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഒരു എക്സ്പെരിമെന്റിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നമ്മുടെ ടാപ്പ് വാട്ടർ, അതായത് ബീക്കർ ബി എന്ന് പറയുന്നത് ചില സമയം നല്ല കോൾഡ് വാട്ടർ ആയിട്ടും അതേപോലെ തന്നെ ചില സമയം നല്ല വാം വാട്ടർ ആയിട്ടും അല്ലെങ്കിൽ ഹോട്ട് വാട്ടർ ആയിട്ടും നമുക്ക് എന്ത് തോന്നും, നമുക്ക് ഫീൽ ചെയ്യും. അതായത് സെയിം വാട്ടർ തന്നെയാണ് ചില സമയത്ത് ഹോട്ടായിട്ടും ചില സമയം കോൾഡ് ആയിട്ടും നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കുന്നതിനാണ് നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു എക്സ്പെരിമെന്റ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എക്സ്പെരിമെന്റ് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. നിങ്ങൾ അതിനെ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ മതി. നല്ല തണുത്ത വെള്ളത്തിൽ നമ്മൾ കൈ മുക്കിയിട്ട് നോർമൽ വെള്ളത്തിൽ നമ്മൾ കൈ വെക്കുകയാണെങ്കിൽ നമുക്ക് എന്താ തോന്നുന്നത്, യെസ്, ആ ഒരു നോർമൽ വാട്ടർ കുറച്ചും കൂടി ചൂടുള്ളതുപോലെ നമുക്ക് തോന്നും, ബൈ കമ്പയറിംഗ് വിത്ത് നമ്മൾ ഏറ്റവും ആദ്യം മുക്കി വെച്ചിരിക്കുന്ന ആ ഒരു തണുത്ത വെള്ളം. കേട്ടോ, അതുപോലെ തന്നെ ചൂട് വെള്ളത്തിലാണ് നമ്മൾ ഏറ്റവും ഇനീഷ്യലി നമ്മൾ കൈ ഒന്ന് ഡിപ്പ് ചെയ്തു, എന്നിട്ട് നമ്മൾ ഇതുപോലെ നോർമൽ വാട്ടറിലേക്ക് കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് എന്ത് തോന്നും, ആ ഒരു നോർമൽ വാട്ടർ എന്ന് പറയുന്നത് കുറച്ച് കൂളായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് കോൾഡ് ആയിട്ടുള്ള വാട്ടറായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, സെയിം വാട്ടർ തന്നെയാണ് നമുക്ക് ചില സമയം ഹോട്ടായിട്ടും അതുപോലെ തന്നെ ചില സമയം നമുക്ക് കോൾഡ് ആയിട്ടും നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ് മക്കളെ, നമുക്ക് ടച്ച് ചെയ്തത് കൊണ്ട്, അതായത് ടച്ച് എന്ന് പറയുന്ന ആ ഒരു സെൻസ് ഉള്ളത് കൊണ്ട് മാത്രം ഒരു ഒബ്ജക്റ്റ് ഹോട്ടാണോ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് കോൾഡ് ആണോ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ദാറ്റ് മീൻസ് വി cannot always rely upon our sense of touch to decide correctly whether a body is
ഹോട്ട് ഓർ കോൾഡ്. പിന്നെ എങ്ങനെയാണ് നമുക്ക് ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്? ഒരു ഒബ്ജക്റ്റ് ഹോട്ട് ആണോ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് കോൾഡ് ആണോ എന്ന് നമുക്ക് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? യെസ്, അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെഷർമെന്റ് ആണ് മക്കളെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ടെമ്പറേച്ചർ? എ റിലയബിൾ മെഷർ ഓഫ് ഹോട്ട്നെസ് അല്ലെങ്കിൽ എ റിലയബിൾ മെഷർ ഓഫ് കോൾഡ്നെസ് ഓഫ് എ ബോഡി ഈസ് ഇറ്റ്സ് ടെമ്പറേച്ചർ. കേട്ടോ? അപ്പൊ ടെമ്പറേച്ചർ, ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിന്റെ ടെമ്പറേച്ചർ അളക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ആ ഒബ്ജക്റ്റിന്റെ ഹോട്ട്നെസ് അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിന്റെ കോൾഡ്നെസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു മെഷർമെന്റ് ആണ് എന്ന് ഓർത്തിരിക്കാം. ഇനി എങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന ടെമ്പറേച്ചർ നോക്കിയിട്ട് അത് ഹോട്ട് ആണോ അല്ലെങ്കിൽ അത് കോൾഡ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്? ബൈ കമ്പാരിസൺ. ആ രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്താൽ മതി. എ ഹോട്ടർ ബോഡി ഹാസ് എ ഹയർ ടെമ്പറേച്ചർ ദാൻ കോൾഡർ ബോഡി. അതായത് ഹോട്ടർ ബോഡിയുടെ പ്രത്യേകത എന്താണ്? അവിടെ നമ്മൾ ടെമ്പറേച്ചർ നോക്കുന്ന സമയത്ത് അവിടെ ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും. അതുപോലെ തന്നെ ദ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ബിറ്റ്വീൻ ദ ടു ബോഡീസ് ടെൽസ് us how hot a body is in comparison to another body. അപ്പൊ നമ്മൾ ഈ പറയുന്ന ടെമ്പറേച്ചർ ഒക്കെ നമ്മളിങ്ങനെ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? മറ്റ് ഒബ്ജക്റ്റിനേക്കാളും നമ്മൾ ചൂസ് ചെയ്ത ഈ ഒരു ഒബ്ജക്റ്റ് എത്രത്തോളം ഹോട്ടാണ് അല്ലെങ്കിൽ എത്രത്തോളം കോൾഡ് ആണ് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ടെമ്പറേച്ചർ എന്താണ് എന്നൊരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ എൻ്റെ മക്കൾക്ക് കിട്ടി എന്ന് മിസ് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഈ പറയുന്ന ടെമ്പറേച്ചർ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്, അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ് ഏതാണ് എന്ന് നമുക്ക് പഠിക്കണം. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് മക്കളെ തെർമോമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് തെർമോമീറ്റർ? ദ ഡിവൈസ് ദാറ്റ് മെഷർ ടെമ്പറേച്ചർ ഈസ് കോൾഡ് തെർമോമീറ്റർ. ഓക്കെ, രണ്ട് തരത്തിലുള്ള തെർമോമീറ്റർ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ക്ലിനിക്കൽ തെർമോമീറ്ററും അതുപോലെ തന്നെ ലബോറട്ടറി തെർമോമീറ്ററും. ഈ ക്ലിനിക്കൽ തെർമോമീറ്ററിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഐഡന്റിഫൈ ചെയ്യുന്നതിനാണ് അല്ലെങ്കിൽ മെഷർ ചെയ്യുന്നതിനാണ് നമ്മൾ ക്ലിനിക്കൽ തെർമോമീറ്റർ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ലബോറട്ടറി തെർമോമീറ്റർ നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? ലാബിലാണ് നമ്മൾ കൂടുതലായിട്ടും ലബോറട്ടറി തെർമോമീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ മറ്റു ബോഡിയുടെ ആ പറയുന്ന ടെമ്പറേച്ചർ റീഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ലബോറട്ടറി തെർമോമീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ഹെൽപ്പ് ടു മെഷർ ദ ടെമ്പറേച്ചർ ഓഫ് ദി അതർ ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ ഈ പറയുന്ന ക്ലിനിക്കൽ തെർമോമീറ്ററും അതുപോലെ തന്നെ ലബോറട്ടറി തെർമോമീറ്ററും തമ്മിലുള്ള കോമൺ ആയിട്ട് കാണുന്ന കുറച്ച് ഡിഫറൻസ് ആണ് ഇവിടെ മിസ് ടാബുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ജസ്റ്റ് എല്ലാ മക്കളും എന്ത് ചെയ്യുക? ഇതൊന്ന് നല്ല രീതിയിലൊന്ന് വായിച്ചു പഠിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ക്ലിനിക്കൽ തെർമോമീറ്റർ അതുപോലെ തന്നെ ലബോറട്ടറി തെർമോമീറ്റർ രണ്ടിനെയും പ്രത്യേകതകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ക്ലിനിക്കൽ തെർമോമീറ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുന്നത് 35 ഡിഗ്രി സെൽഷ്യസ് തൊട്ടിട്ട് 42 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. അതായത് നമ്മൾ ഈ പറയുന്ന തെർമോമീറ്ററിലൊക്കെ യൂസ് ചെയ്യുന്നത് യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചർ സ്കെയിൽ എന്ന് പറയുന്നത് സെൽഷ്യസ് സ്കെയിലാണ്. അതല്ലാതെ ഫാരൻഹീറ്റ് സ്കെയിലുണ്ട്, അതുപോലെ തന്നെ കെൽവിൻ സ്കെയിലുണ്ട്. ഇതൊക്കെ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കാൻ നമ്മുടെ ഈ പറയുന്ന തെർമോമീറ്ററിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്കെയിൽ എന്ന് പറയുന്നത് സെൽഷ്യസ് സ്കെയിലാണ്. അത് ക്ലിനിക്കൽ തെർമോമീറ്റർ ആണെങ്കിൽ 35 ഡിഗ്രി സെൽഷ്യസ് തൊട്ടിട്ട് 42 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. ഇനി അതേസമയം നമ്മുടെ ലബോറട്ടറി തെർമോമീറ്റർ ആണെങ്കിലോ അവിടെ എന്താണ്? അവിടുത്തെ ആ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് -10 ഡിഗ്രി സെൽഷ്യസ് തൊട്ടിട്ട് 110 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. അതായത് 110 ഡിഗ്രി സെൽഷ്യസ് വരെ. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലിനിക്കൽ തെർമോമീറ്റർ ഈസ് ഹെൽപ്പ് ടു യൂസ്ഡ് ടു മെഷർ ദ ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ. നമ്മുടെ ബോഡി ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നതിനാണ് നമ്മൾ ക്ലിനിക്കൽ തെർമോമീറ്റർ യൂസ് ചെയ്യുന്നത്. പക്ഷേ ലബോറട്ടറി തെർമോമീറ്റർ ഈസ് യൂസ്ഡ് ടു മെഷർ ദ ടെമ്പറേച്ചർ ഇൻ ദി ലബോറട്ടറി. ലാബിലാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ആലോചിച്ചാൽ മതി. ഇനി അടുത്തതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. ഇറ്റ് ഹാസ് എ കിങ്ക് വിച്ച് പ്രിവെന്റ് ഇമ്മീഡിയറ്റ് ബാക്ക് ഫ്ലോ ഓഫ് മെർക്കുറി. അതായത് നമ്മുടെ ക്ലിനിക്കൽ തെർമോമീറ്റർ നമുക്ക് കിങ്ക് എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിൻ്റെ യൂസേജ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ തെർമോമീറ്റർ നമ്മൾ കാണുന്ന അതിൻ്റെ റീഡിംഗ് എന്ന് പറയുന്നത് മെർക്കുറിയിൽ വരുന്ന വേരിയേഷൻ ആണ്. അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു പോർഷൻ ഉണ്ട്, ബൾബ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഈ ബൾബ് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ മെർക്കുറിയാണ് കാണാൻ സാധിക്കുന്നത്. ഈ മെർക്കുറിയുടെ റീഡിങ്ങിൻ്റെ ബേസ് അല്ലെങ്കിൽ ഈ മെർക്കുറി ഉയരുന്നതും താഴുന്നതും അനുസരിച്ചാണ് നമ്മൾ അതിൻ്റെ റീഡിംഗ് എടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും മെർക്കുറി ഉയരുമ്പോൾ അത് പിന്നീട് താഴോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് പ്രിവെൻറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ചെറിയ ഭാഗമാണ് നമ്മുടെ കിങ്ക് എന്ന് പറയുന്ന ഭാഗം. അത് നമുക്ക് ക്ലിനിക്കൽ തെർമോമീറ്ററിൽ മാത്രമേ കാണുള്ളൂ. ദാറ്റ് മീൻസ് ഇൻ ലബോറട്ടറി തെർമോമീറ്റർ ഇറ്റ് ഡസ് നോട്ട് ഹാവ് എ കിങ്ക്. ഓക്കെ, അപ്പോൾ കോമൺ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ക്ലിനിക്കൽ തെർമോമീറ്ററെ പറ്റിയും ലബോറട്ടറി തെർമോമീറ്ററിനെ പറ്റിയും മിസ് ഇവിടെ പറഞ്ഞു തന്നത്. അപ്പോൾ എല്ലാ മക്കളും എന്ത് ചെയ്യുക? ഈ ഒരു ക്ലാസ് ആദ്യം തൊട്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഒന്നും കൂടി കാണുക. പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ പഠിക്കുക, എക്സ്പെരിമെൻറ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പഠിക്കുക, ടെമ്പറേച്ചർ എന്താണെന്ന് പഠിക്കുക, തെർമോമീറ്റർ എന്താണെന്ന് പഠിക്കാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായി എന്ന് മിസ് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ അറിയാൻ ആഗ്രഹമുള്ള ഏതെങ്കിലും ഒക്കെ ഒരു ടോപ്പിക് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിച്ചാൽ മതി. നമുക്ക് അതൊക്കെ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.